ബി.ജെ.പിയെ സംബന്ധിച്ച് കേന്ദ്രത്തിലും കേരളത്തിലുമൊക്കെ സുവർണകാലമാണിത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി 3 സീറ്റ് കിട്ടിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ച ചില അനിഷ്ട കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. സംഘപരിവാറുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു മാധ്യമ പ്രവർത്തക തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസ് കേന്ദ്രീകരിച്ച് നടന്ന കൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവിടുകയുണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ നടന്നതെന്നാണ് അവർ പറയുന്നത്. അതിൽ ഉത്തരവാദികളായവരെക്കുറിച്ചും സൂചനകൾ ആ മാധ്യമപ്രവർത്തക നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെ ചില പ്രചരണ സാമഗ്രികൾ വാങ്ങിയതിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച വാർത്തകൾ വരികയുണ്ടായി. അതും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. കൊടികൾ, തൊപ്പികൾ, മറ്റു തരത്തിലുള്ള പ്രചാരണ സാമഗ്രികൾ, ഹോർഡിങ്സുകൾ, അതിലെല്ലാം ബി.ജെ.പിയുടെ ചില നേതാക്കൾ വലിയ തട്ടിപ്പ് നടത്തിയെന്നാണ് മാധ്യമ വാർത്തകളിൽ കാണുന്നത്. കൊടികൾ വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവാക്കിയപ്പോൾ അത് വാങ്ങിയത് ഒരു പലചരക്ക് കടയിൽ നിന്നുള്ള ബില്ല് ഉപയോഗിച്ചാണ് എന്ന രസകരമായ കാര്യവും പുറത്തു വന്നിട്ടുണ്ട്. പലചരക്ക് കടയുടെ ഉടമയിൽ നിന്ന് ബില്ല് വാങ്ങി കൊടികൾ വിറ്റതായി രേഖയുണ്ടാക്കുന്നത് ഏത് നിലയ്ക്കും അധാർമികമായ ഒരു കാര്യമാണ്. കേരളത്തിലെ സ്ഥിതി ഇതാണെങ്കിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള പ്രദേശങ്ങളിലെ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന്, അയോധ്യയ്ക്ക് പുറമെ ധാരാളം ക്ഷേത്രങ്ങളിൽ നിന്ന് അമ്പലക്കൊള്ളയുടെ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. കോടിക്കണക്കിന് രൂപയാണ് ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന വരുമാനം ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടവർ, സംഘപരിവാറുമായി ബന്ധപ്പെട്ടവർ അടിച്ചു മാറ്റുന്നത്. യഥാർത്ഥത്തിൽ ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലവാരം എന്താണ് എന്ന്, അതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ആളുകളുടെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ദിവസങ്ങളാണിത്. അയോധ്യയിലെ രാമക്ഷേത്രമായിരുന്നു അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ഏറ്റവും വലിയ സ്വപ്ന സാഫല്യവും അയോധ്യയിലെ രാമക്ഷേത്രമായിരുന്നു. പക്ഷേ രാമക്ഷേത്രത്തിലെ സമ്പത്ത് കൊള്ളയടിച്ചിട്ട് ഒരു ബി.ജെ.പി നേതാവും അതേക്കുറിച്ച് പരസ്യമായി എന്തെങ്കിലും പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ റാം റാം എന്ന് മന്ത്രം ചൊല്ലി നടന്നു പോവുകയാണ് ചെയ്തത്. ഒന്നും പറയാനില്ല എന്നാണ് അതിൻ്റെ ചുരുക്കം. നരേന്ദ്രമോദിയെപ്പോലുള്ള ബി.ജെ.പിയുടെ വലിയ നേതാക്കൾക്ക് ഒന്നും പറയാൻ ഇല്ല. അമ്പലക്കൊള്ള ഒരു പുതിയ കാര്യമല്ല എന്ന് പറയാതെ പറയുകയാണ് അവർ ചെയ്യുന്നത്. അയോധ്യയിലായാലും ശബരിമലയിലായാലും ബദരീനാഥിലായാലും എവിടെയായാലും അമ്പലങ്ങളിലെ സ്വത്ത് കൊള്ളയടിക്കുന്നതിൽ ബി.ജെ.പിക്കോ സംഘപരിവാറിനോ യാതൊരു മനസ്താപവുമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് കക്കുന്നതിൻ്റെ യുക്തി എന്താണ്? കേരളത്തിൽ 35 സീറ്റിൽ വിജയിക്കുമെന്ന് പറഞ്ഞ് മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളിലൊന്നിൽ വലിയ തുക അമിത്ഷായിൽ നിന്ന് ഫണ്ട് വാങ്ങിയ ബി.ജെ.പി നേതാക്കൾ ഒരു പോറലുമേൽക്കാതെ കേരളത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അവരിപ്പോഴും ബി.ജെ.പിയുടെ ഉയർന്ന നേതാക്കൾ തന്നെയാണ്. 35 സീറ്റ് പോയിട്ട് ഒരൊറ്റ സീറ്റ് പോലും ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കിട്ടിയില്ല. മാത്രവുമല്ല, ചില മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി കേന്ദ്ര നേതൃത്വം അയച്ച പണം കൊടകരയിൽ വെച്ച്, ഹൈവേയിൽ വെച്ച് കട്ടുപോയി എന്നത്, കൊള്ളയടിക്കപ്പെട്ടു എന്നത് ആ കാലത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്നായിരുന്നു. അന്ന് ബി.ജെ.പിയുമായി ഒത്തുചേർന്ന് പോകുന്ന പിണറായി വിജയനായിരുന്നു ആഭ്യന്തരമന്ത്രി എന്നതുകൊണ്ട് ഹൈവേ കൊള്ളക്കേസ് പതുക്കെ പതുക്കെ തേഞ്ഞു മാഞ്ഞ് ഇല്ലാതാവുകയാണ് ചെയ്തത്. തീർച്ചയായും ബി.ജെ.പിയുടെ ഫണ്ട് തട്ടിപ്പ് കേസിനും സമാനമായ വിധി തന്നെയാണ് വരാൻ സാധ്യത. പക്ഷെ പ്രശ്നം അതല്ല. ഞങ്ങളുടെ പാർട്ടി ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായൊരു പാർട്ടിയാണ് എന്ന് പെരുമ്പറ മുഴക്കിയാണ് ബി.ജെ.പി 1990-കൾ മുതൽക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കടന്നു വന്നത്. അത് കോൺഗ്രസ് പോലെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലെയോ സോഷ്യലിസ്റ്റ് പാർട്ടികൾ പോലെയോ അല്ല.
അഴിമതി തൊട്ട് തീണ്ടാത്ത ഒരു പാർട്ടിയാണ്. അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അത് ഭാരതത്തെ പുതുക്കിപ്പണിയാനുള്ള രാഷ്ട്രീയ സംഘാടനമാണ് എന്നൊക്കെയായിരുന്നു അവകാശവാദം. പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കാണിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള തട്ടിപ്പുകൾ, അഴിമതികൾ, കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയുള്ള ദാസ്യപ്പണി, ഇതെല്ലാം യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഒരു തരത്തിലുള്ള വേവലാതിയുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് BJP എന്നത്. അങ്ങനെ ഏതു തരത്തിലുള്ള അഴിമതിയും പൊറുപ്പിക്കുന്ന, അഴിമതിക്കാരെയും സ്വീകരിക്കുന്ന, വലിയ തോതിൽ ജനങ്ങൾ വെറുക്കുന്ന അഴിമതിക്കാർക്ക് പരവതാനി വിരിക്കുന്ന ഒരു പാർട്ടിക്ക് സ്വന്തം തെരഞ്ഞെടുപ്പ് ഫണ്ട് കക്കുന്നതിൽ എന്തെങ്കിലും മനസാക്ഷിക്കുത്തു തോന്നാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള കോർപ്പറേറ്റ് മേധാവികൾക്ക് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാനും അതിന് ഉത്തരവാദികളെ കണ്ടെത്താനും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അങ്ങനെയുള്ളവരെ കണ്ടെത്തി നടപടിയെടുത്ത് പടിയടച്ച് പിണ്ടം വയ്ക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതൊരു സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ കൊള്ളയുടെ പ്രശ്നമല്ല. രാജ്യമാകെ കൊള്ളയടിക്കുന്നവർ, എല്ലാ മേഖലയിൽ നിന്ന് കൊള്ള നടത്തുന്നവർ, അവരെ സംബന്ധിച്ച് ഇതൊക്കെ നിത്യദിനാനത്തിലുള്ള സാധാരണ കാര്യങ്ങൾ മാത്രമാണ്. അത് അങ്ങനെ എളുപ്പത്തിൽ പിടിക്കപ്പെടുകയോ നടപടി എടുക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമായി BJPയുടെ നേതൃത്വം കാണുന്നില്ല.